കപ്പൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഏറ്റവും രസം ബീഫ് കറി തന്നെയാണ് അല്ലേ. അത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും രുചിയിലും തയ്യാറാക്കുന്നത് നോക്കിയാലോ. 4 വലിയുള്ളി അരിഞ്ഞത് നമുക്കിതിലേക്ക് വേണം. അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 തക്കാളി. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുത്തോളൂ, വലുതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. അതും കൂടെ അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ബീഫിൻ്റെ മസാലപ്പൊടി വേണം 2 ടേബിൾ സ്പൂണ്, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണോളം കാശ്മീരി മുളകും പൊടി, 1/4 ടീസ്പൂണ് ബിരിയാണി മസാല, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. പുതിനയും കൂടെ ചേർത്തിട്ട് അതൊന്ന് കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോ ബീഫ് വേണം. മാർക്കറ്റിൽ പോയിട്ട് ബീഫ് വാങ്ങിയ സമയത്തെ അവർ ബിരിയാണി പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഞാനതൊന്ന് കറി പീസാക്കിയിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ കുഴച്ചിട്ട് ഒരു 4 വിസിൽ അടുപ്പിക്കുമ്പോൾ തന്നെ കറി റെഡി ആവും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ, അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ അടി പിടിക്കുന്നുള്ള. അപ്പോൾ ഇതാണ്ട് 4 വിസിലടിച്ചപ്പോൾ തന്നെ കറി റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് വറവിട്ട് കഴിഞ്ഞാൽ സംഭവം സൂപ്പറായി. കപ്പൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് മസാല പൗഡർ എന്നാണ്. എൻ്റെ ചാനലിൽ പലതരത്തിലുള്ള മസാലപ്പൊടി ഉണ്ട്, കാണാത്തവരുണ്ട്, കണ്ടു നോക്കിയേക്കോ, ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ.